കാലിക്കറ്റ് സർവകലാശാല സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ശ്രീ സരിൽ വർഗീസ്. 2007 BPE 3 വർഷത്തെ കോഴ്സും 2009 2 വർഷത്തെ മാസ്റ്റർ ഡിഗ്രി കോഴ്സും ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ പൂർത്തിയാക്കുകയുണ്ടായി. അതിനുശേഷം 2011 നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജോലിക്ക് പ്രവേശിക്കുകയുണ്ടായി ഫിസിക്കൽ ഡയറക്ടറായിട്ട്. 2012 PhDക്ക് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ PhD വൈവ ഈ 24-ാം തീയതി നടക്കാൻ പോകുകയാണ്. വളരെ നല്ല ഒരു PhD സ്റ്റഡിയാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടതുണ്ട്. ഈ അവസരത്തിൽ 2 PhD സ്റ്റഡിക്കുള്ള വർക്ക് ചെയ്തതുപോലെയാണ് എനിക്ക് ഈ PhD സ്റ്റഡിയിൽ നിന്ന് തോന്നുന്നത്. കാരണം അത്രയും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നീലഗിരി ജില്ലയിൽ ഫുട്ബോള് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ഉള്ള പല പരിപാടികളും നീലഗിരി ജില്ലയിൽ മാത്രമല്ല വയനാട് ജില്ലയിലും പല പരിപാടികൾ പല സ്കൂളുകളിലും കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു മുതൽക്കൂട്ടാണ് ആ 2 ജില്ലകൾക്കും. നീലഗിരി ജില്ല തമിഴ്നാട്ടിലാണെങ്കിലും വയനാട് ജില്ല കേരളത്തിലാണെങ്കിലും 2 ജില്ലയ്ക്കും ഒരു വലിയ മുതൽക്കൂട്ടായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ സരിൽ വർഗീസ്. അദ്ദേഹത്തിൻ്റെ PhD സ്റ്റഡിയിൽ പറ്റി പറയുകയാണെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റഡി ലോകത്ത് തന്നെ ആരും നടപ്പിലാക്കിയിട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം വിവിധ ഏജ് ഗ്രൂപ്പുകൾക്ക്, വിവിധ ജെൻഡർ ഗ്രൂപ്പ്, അതായത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകം കായിക ഇനങ്ങളിൽ അതിനുവേണ്ടി പ്രത്യേകം നോംസ് കണ്ടെത്തുകയാണ്. സാധാരണ ആംഫർ, കാംഫർ, അതേപോലെ ഓസ്ട്രേലിയൻ ടെസ്റ്റുകൾ, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും നോംസും എല്ലാ ഏജ് ഗ്രൂപ്പിനും അതേപോലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ ടെസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സരിൽ വർഗീസിൻ്റെ PhD സ്റ്റഡിയുടെ ഭാഗമായിട്ട് വിവിധ ഏജ് ഗ്രൂപ്പുകൾക്ക്, വിവിധ വയസ്സുള്ളവർക്ക് വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ കണ്ടെത്തി അതിലാണ് നോംസ് കൺസ്ട്രക്ട് ചെയ്യുക. അതാണ് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം ഈ സ്റ്റഡിയെ പറ്റി പറയുകയാണെങ്കിൽ. അതും നീലഗിരി ജില്ലയിൽ നിന്ന് വിവിധ സ്കൂളുകളിൽ നിന്ന് എടുത്ത കുട്ടികളുടെ ഇടയിൽ നിന്നെടുത്ത ഡാറ്റയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു നോംസ് തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭാവി ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഉന്നതമായിട്ടുള്ള പല പദവികളും കരസ്ഥമാക്കാനും അതേപോലെ നേടിയെടുക്കുവാനും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.